ഇന്ന് 2015 മെയ് 4 തീയതി തിങ്കളാഴ്ചയാണ്. 1190 മെയ്യുടെ മാസം 20 തീയതിയാണ് കേട്ടോ. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, മെയ്വെതർ തന്നെ രാജാവ് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫ്ലോയ്ഡ് മെയ്വെതർക്ക് ലോക വെൽട്ടർ വെയ്റ്റ് ബോക്സിംഗ് കിരീടം. അപ്പോൾ അദ്ദേഹത്തിന് എതിരാളിയായിട്ടുള്ള മാനി പക്വാവും ഏറ്റുമുട്ടിയുള്ള ഒരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കടക്കാം. ഇടിക്കൂട്ടിൽ മെയ്വെതർ തന്നെ രാജാവ്. കായിക പ്രേമികൾ കണ്ണു നട്ടിരുന്ന ബോക്സിംഗ് പോരാട്ടത്തിൽ അമേരിക്കൻ താരം ഫ്ലോയ്ഡ് മെയ്വെതർ രാജാവ്. ഫിലിപ്പീൻസ് താരം മാനി പക്വാവയെ തോൽപ്പിച്ച് മെയ്വെതർ ലോക വെൽട്ടർ വെയ്റ്റ് കിരീടവും ചൂടി. 12 റൗണ്ട് നീണ്ട മത്സരത്തിൽ പക്വാവോയുടെ ആക്രമണത്തെ തന്ത്രപ്രധാനമായ പ്രതിരോധം കൊണ്ട് ചേർത്താണ് മെയ്വെതർ വിജയിച്ചത്. ഏകദേശം 400 ദശലക്ഷം $, അതായത് ഏകദേശം 2500 കോടി രൂപ വരും കേട്ടോ. വരുമാനമുള്ള മത്സരത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് 900 കോടിയോളം രൂപ മെയ്വെതർക്ക് ലഭിക്കും. 700 കോടിയോളം രൂപ പക്വാവയ്ക്കും ലഭിക്കും എന്നാണ് പറയുന്നത്. പ്രൊഫഷണൽ ബോക്സിംഗിൽ ഇതുവരെ തോറ്റിട്ടില്ല എന്ന റെക്കോർഡും മെയ്വെതർ കാത്തു. 48 മത്സരങ്ങളിൽ മെയ്വെതറുടെ 48ാം വിജയമാണിത്. 48 പങ്കെടുത്തിട്ടുള്ള എല്ലാ മത്സരത്തിലും അദ്ദേഹം തോൽക്കാതെ തന്നെ വിജയിയായിക്കൊണ്ടിരിക്കുകയാണ്. 65 മത്സരങ്ങളിൽ പക്വാവോയുടെ 6ാം തോൽവിയും. അത്രയും 65 മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് 6 അദ്ദേഹം തോറ്റിട്ടുള്ളൂ കേട്ടോ. മത്സരം നിയന്ത്രിച്ച 3 വിധികർത്താക്കളും മെയ്വെതർക്ക് അനുകൂലമായാണ് വിധിച്ചത് എന്നും പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, IS-ലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ നിന്നാണ് എന്നുള്ളൊരു വാർത്തയാണ്. നമുക്ക് നോക്കാം. IS-ലേക്ക് ആളെ പിടിച്ച അഫ്ഗാൻകാരൻ കടന്നു. യുവാക്കളെ റിക്രൂട്ട് ചെയ്തത് മഹാരാഷ്ട്രയിൽ നിന്ന്. അഫ്ഗാൻ പൗരൻ ഇന്ത്യയിലെത്തിയത് ഉണങ്ങിയ പഴങ്ങളുടെ വ്യാപാരി എന്ന നാട്യത്തിൽ. അപ്പോൾ അവരുടെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കിടക്കാം. ഭീകര സംഘടനയായ IS-നായി മഹാരാഷ്ട്രയിൽ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്തുവെന്ന് സംശയിക്കുന്ന അഫ്ഗാൻ പൗരനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അഫ്ഗാനിസ്ഥാന്റെ സഹായം തേടുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹിയിൽ നിന്നും കടന്ന വ്യക്തിയുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുള്ള കത്ത് ഉടൻ കൈമാറുമെന്നാണ് പറയുന്നത്. ഉണങ്ങിയ പഴങ്ങളുടെ കച്ചവടത്തിനെന്നുള്ള മട്ടിൽ ഇന്ത്യയിലെത്തിയ അഫ്ഗാൻ പൗരൻ മഹാരാഷ്ട്രയിലെ കല്യാണിൽ നിന്ന് യുവാക്കളെ IS-നായി റിക്രൂട്ട് ചെയ്തുവെന്നാണ് NIA-യുടെ നിഗമനം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അരീബ് മജീബ്, അതായത് 24 വയസ്സുള്ള അരീബ് മജീബിനെ ഇറാഖിൽ നിന്ന് തുർക്കിയിലൂടെ ഇന്ത്യയിലെത്തിച്ച് NIA കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് അഫ്ഗാൻ പൗരൻ അപ്രത്യക്ഷനായത്. ശരിക്കും പറഞ്ഞാൽ IS പോലെയുള്ള ഒരു സംഘടനയിലേക്ക് ഇന്ത്യയിൽ നിന്നും, അതും മഹാരാഷ്ട്രയിൽ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്ത്യയിലുള്ള എല്ലാവരും ശരിക്കും ജാഗ്രത പാലിക്കേണ്ട ഒരു സംഭവം കൂടിയാണ് അല്ലേ. അപ്പോൾ അതാണ് ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ US ബ്ലോഗ് എഴുത്തുകാരന്റെ കൊലപാതകം അൽ-ഖൈദ ഉത്തരവാദിത്വമേറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും കൂടിയുണ്ട്. US ബ്ലോഗ് എഴുത്തുകാരൻ അവിജിത് റോയുടെ കൊലപാതകത്തിന് പിന്നിൽ അൽ-ഖൈദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡ ശാഖ എന്ന് വെളിപ്പെടുത്തൽ. എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ റോയിയെ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ 2 ആക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഫെബ്രുവരിയിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വമേറ്റ അൽ-ഖൈദയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡശാല തലവൻ അസീം ഉമറാണ് രംഗത്തെത്തിയത് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, നമ്മുടെ തുരന്തോ എക്സ്പ്രസ് കൊങ്കൺ തുരങ്കത്തിൽ വെച്ചിട്ട് പാളം തെറ്റി എന്ന് പറയുന്ന വാർത്തയാണ് കേട്ടോ. നമുക്ക് നോക്കാം. കുർള എറണാകുളം തുരന്തോ എക്സ്പ്രസ് കൊങ്കൺ പാതയിൽ ഗോവയിലെ മഡ്ഗാവിനടുത്ത് തുരങ്കത്തിൽ പാളം തെറ്റി. 10 കോച്ചുകൾ പാളം തെറ്റിയെങ്കിലും ദുരന്തം ഒഴിവായി. ശനിയാഴ്ച രാത്രി 8:55 കുർളയിൽ നിന്നും പുറപ്പെട്ട നോൺ സ്റ്റോപ്പ് AC തുരന്തോ എക്സ്പ്രസ് ഇന്നലെ രാവിലെ 6:30 മഡ്ഗാവ് പിന്നിട്ട് 10 മിനിറ്റിനുള്ളിൽ സർസോറ തുരങ്കത്തിലാണ് അപകടത്തിൽപ്പെട്ടത്. പാളത്തിൽ നിന്നും തെന്നിമാറി ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു. കോച്ചുകൾ മറിയാതിരുന്നതും ട്രെയിൻ ഉടനടി നിർത്താനായതുമാണ് രക്ഷയായത് എന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി 155 റെയിൽവേ ജീവനക്കാർ സ്ഥലത്തെത്തിയിരുന്നു. ആക്സിഡന്റ് റിലീഫ് മെഡിക്കൽ വാനും ആക്സിഡന്റ് റിലീഫ് ട്രെയിനും 2 മണിക്കൂറിനകം തന്നെ എത്തി. പാളം തെറ്റിയ കോച്ചുകളിൽ ഭൂരിഭാഗവും വൈകുന്നേരത്തോടെ തന്നെ പാളത്തിൽ തിരികെ കയറ്റിയതായി കൊങ്കൺ റെയിൽവേ വക്താവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അപകടം, അതായത് ആളപായം അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ എന്താ പറയുക, അപകട സ്ഥലത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടും വലിയ ദുരന്തമൊന്നും ഉണ്ടാവാതെ തന്നെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, കേരളത്തിൽ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനായിട്ട് ശരിക്കും കേരളത്തിൽ ഉണ്ടായിരുന്ന ഭയങ്കര കർശനമായിട്ടുള്ള നിയമങ്ങളായിരുന്നു അല്ലേ. അതൊക്കെ ഒന്ന് ലളിതമാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടോ. ദത്തെടുക്കൽ ലളിതമാക്കുന്നു. നമുക്ക് നോക്കാം. കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് സഹായമാകും വിധം ദത്തെടുക്കൽ നിയമങ്ങൾ ലളിതമാക്കുന്നു.
ദത്തെടുക്കൽ പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കും. രാജ്യത്ത് എവിടെ നിന്ന് ദത്തെടുക്കാനും അനുമതി നൽകും. ദത്തെടുക്കുന്ന ദമ്പതിമാരുടെ പ്രായപരിധിയിലും ഇളവുണ്ട്. ഇതു സംബന്ധിച്ച് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയുടെ മാർഗനിർദ്ദേശം കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടെ ഇതിന് നിയമ പ്രാബല്യം വരും എന്നാണ് പറയുന്നത്. നിലവിൽ 2011 തയ്യാറാക്കിയ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദത്തെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപേക്ഷകരായ ദമ്പതിമാരിൽ വലിയൊരു വിഭാഗത്തിന് നിലവിലെ കർശനമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ദത്തെടുക്കാൻ കഴിയുന്നില്ലെന്ന വസ്തുത പരിഗണിച്ചാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. ഇതനുസരിച്ച് ബാലനീതി നിയമത്തിലും മാറ്റം വരുത്തും എന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ വഴിയായ കാരണം തന്നെ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ദമ്പതിമാർക്ക് കുട്ടികളെ ദത്തെടുക്കാവുന്ന ഒരു നിയമമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2015 മെയ് 3 വരെയുള്ള കേരളത്തിലെ കണക്ക് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ദത്തെടുക്കാൻ യോഗ്യരായ അപേക്ഷകരുടെ ആകെ എണ്ണം, അതായത് മെയ് 3 വരെയുള്ള കണക്കാണ് കേട്ടോ. 856 പേരാണ് യോഗ്യരായിട്ടുള്ള ദമ്പതിമാരായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻ കൺട്രി വിഭാഗത്തിൽ 848 പേരുണ്ട്. ഇന്റർ കൺട്രി വിഭാഗത്തിൽ 8 പേര്. ഇപ്പോൾ ദത്തെടുക്കൽ കേന്ദ്രങ്ങളിലുള്ള കുട്ടികൾ 119 നടപടിക്രമങ്ങൾ അനുസരിച്ച് ദത്തെടുക്കാൻ കഴിയുന്ന കുട്ടികൾ 73 പേരേ ഉള്ളൂ. ഇതിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളായിട്ട് 36 പേര്. ബാക്കിയുള്ള കുട്ടികളുടെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ തുടരുന്നു എന്ന് പറയുന്നു. രജിസ്റ്റർ ചെയ്ത ശേഷം ദത്തെടുക്കൽ നടപടിക്രമങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന അതായത് ദമ്പതികളായിട്ട് പറഞ്ഞിരിക്കുന്നത് 166 കപ്പിൾസ് ആണ് ദത്തെടുക്കലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്നും പറയുന്നു. എന്തായാലും ശരിക്കും ഇത്തരത്തിൽ എന്താ പറയുക, ഈ ഒരു മാനദണ്ഡങ്ങളെ കുറിച്ച് ലളിതമാക്കുന്നത് വഴിയായിട്ട് ഒത്തിരി പേർക്ക് കുട്ടികളെ കൂടുതൽ ദത്തെടുക്കാനായിട്ടുള്ള സാധ്യതയും വരുന്നുണ്ട് അല്ലേ. ഇതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ വേറൊരു വാർത്തയുള്ളത്, പഞ്ചാബിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, മോഗ പീഡനത്തിനിടയായിട്ടുള്ള പെൺകുട്ടിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബക്കാരെ വിസമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാമെന്ന് പിതാവ് ഉറപ്പ് നൽകിയിട്ടുള്ളൊരു വാർത്തയാണ്. നമുക്ക് നോക്കാം. പീഡനത്തിനിടെ ബസ്സിൽ നിന്നും തള്ളിയിട്ടതിനെ തുടർന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒടുവിൽ പിതാവ് സമ്മതിച്ചു. ബസ് ഉടമകൾക്കെതിരെ കേസെടുക്കുകയും ബസ് പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യാതെ സംസ്കാരം നടത്തില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് നിലപാടെടുത്തതിനെ തുടർന്ന് മൃതദേഹം 4 ദിവസമായി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ കുടുംബാംഗങ്ങളുമായി പോലീസും മുതിർന്ന ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. തന്റെ തീരുമാനം ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. പ്രതികളായ 4 പേരെയും അറസ്റ്റ് ചെയ്തെന്നും തുടരന്വേഷണം നടക്കുന്നുവെന്നുമുള്ള കാര്യങ്ങൾ കുടുംബത്തിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അവർ സംസ്കാരത്തിന് സമ്മതിച്ചതെന്നും പോലീസ് വിശദീകരിച്ചു. നഷ്ടപരിഹാരമായി ജില്ലാ ഭരണകൂടം 24 ലക്ഷം രൂപയും പഞ്ചാബ് പിന്നോക്ക കമ്മീഷൻ 6 ലക്ഷം രൂപയും പെൺകുട്ടിയുടെ പരിക്കേറ്റ മാതാവിന് സർക്കാർ ജോലി നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതും പെൺകുട്ടിയുടെ പിതാവ് നേരത്തെ നിരസിച്ചെങ്കിലും ഇന്നലെ നടന്ന ചർച്ചയിൽ ഇതും സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറായി എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കേട്ടോ. സംസ്ഥാനത്ത് നിയമവാഴ്ച പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിൽ BJP അകാലി സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി രാഷ്ട്രപതിക്ക് ഇതിനെ തുടർന്ന് കത്തയച്ചു എന്നും ഇതിനോടനുബന്ധിച്ച് തന്നെ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മറ്റൊരു പ്രധാന വാർത്തയായിട്ട് പത്രത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, ബിഷപ്പ് സിംഫോറിയൻ കീപ്രത് കാലം ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നമുക്ക് അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ജലന്ധർ രൂപതയുടെ പ്രഥമ ബിഷപ്പ് ഡോക്ടർ സിംഫോറിയൻ കീപ്രത് കാലം ചെയ്തു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കബറടക്കം പിന്നീട്. മെത്രാൻ പദവിയിലെത്തുന്ന കേരളത്തിലെ ആദ്യ കപ്പുച്ചിൻ വൈദികനാണ് ബിഷപ്പ് സിംഫോറിയൻ. 1972 ജലന്ധർ രൂപതയുടെ മെത്രാനായ അദ്ദേഹം പിന്നീട് വിരമിച്ചു. കോട്ടയം കൂടല്ലൂർ കീപ്പുറത്ത് ചെറിയാൻ മറിയം ദമ്പതികളുടെ 5ാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹമാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കാലം ചെയ്തത്. ഇതാണ് മറ്റൊരു വാർത്തയായി പത്രങ്ങളിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട എന്താ പറയുക ഹെഡ്ലൈൻസും അതുപോലെ തന്നെ എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തകളും ഇത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കടക്കുന്നത് സ്പോർട്സ് പേജിലെ വിശേഷങ്ങൾക്കാണ്. സ്പോർട്സ് പേജിലെ IPLന്റെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ മെയ്വെതറിന്റെ വിജയത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മത്സരത്തിൽ നിന്നുള്ള ഒരു ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ആ വാർത്തയിലേക്ക് കിടക്കാം, അതിനുശേഷം IPL വിശേഷങ്ങളിലേക്ക് കിടക്കാം. അനിഷേധ്യൻ അജയൻ മെയ്വെതർ, അദ്ദേഹത്തിന്റെ വലിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹവും അതുപോലെ തന്നെ എന്താ പറയുക മാനി പക്വാവോടെയും കൂടെ ഒരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ലാസ് വെഗാസ് നിവാദയിലെ MGM ഗ്രാൻഡിൽ അജയ്യനായി ഫ്ലോയ്ഡ് മെയ്വെതർ ആകാശത്തേക്ക് മുഷ്ടി ചുരുങ്ങിയെറിഞ്ഞപ്പോൾ ഫുട്ബോൾ സൂപ്പർ താരം നെയ്മർ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ കുറിച്ചു: ലോകത്തെ സൂപ്പർ താരങ്ങളുടെയും സൂപ്പർ താരമായി മാറിയ മെയ്വെതർ
പോരാട്ടങ്ങളുടെ പോരാട്ടമായി മാറിയ മത്സരത്തിൽ ഫിലിപ്പീൻസുകാരൻ മാനി പക്വാവോയെ കീഴടക്കി. 19 വർഷത്തെ കരിയറിൽ ഇതേവരെ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത മെയ്വെതർ വിജയ പരമ്പരയിലെ 48ാം മത്സരമാണ് പൂർത്തിയാക്കിയത്. നമ്മൾ നേരത്തെ തന്നെ വാർത്തയിൽ കണ്ടിരുന്നു, പങ്കെടുത്ത 48 മത്സരങ്ങളിലും അദ്ദേഹം വിജയിച്ചിരുന്നു. മാനി പക്വാവോ 65 മത്സരങ്ങളിൽ 6 എണ്ണത്തിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിലും തന്നെ ജയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ആദ്യമേ വായിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ വിജയമാണ് സ്പോർട്സ് പേജിൽ നിറങ്ങി നിൽക്കുന്ന ഒരു വാർത്ത. അതുപോലെ തന്നെ നമുക്ക് IPL വിശേഷങ്ങളിലേക്ക് കിടക്കാം. പഞ്ചാബിന് വീണ്ടും തോൽവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാന് 6ാം ജയം എന്നുമാണ് കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബിനെതിരെ മുംബൈക്ക് 23 റൺസ് വിജയം. 9 മത്സരങ്ങൾ കളിച്ച പഞ്ചാബിന്റെ 7ാം തോൽവിയാണിത്. സ്കോർ: മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 3-ന് 172, കിങ്സ് 11 പഞ്ചാബ് 20 ഓവറിൽ 7-ന് 149 എന്നാണ് സ്കോർ. ലണ്ടൻ സിമൾട്ടിന്റെയും പാർത്ഥിവ് പട്ടേലിന്റെയും അർദ്ധ സെഞ്ചുറികളുടെ ബലത്തിലാണ് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 172 റൺസ് അടിച്ചത്. 56 പന്തിൽ 71 റൺസ് അടിച്ച് സിമൺസും 36 പന്തിൽ 59 റൺസ് അടിച്ച് പട്ടേലും ചേർന്ന് മുംബൈക്ക് സ്വപ്ന തുല്യമായ തുടക്കം നൽകി എന്ന് പറയുന്നു. എന്തായാലും മുംബൈ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാന്റെ 6ാം ജയം എന്നുള്ളൊരു വാർത്തയും കൂടിയുണ്ട്. IPL-ൽ ഞായറാഴ്ച നടന്ന 2ാം മത്സരത്തിൽ രാജസ്ഥാൻ ഡൽഹിയെ 14 റൺസിന് തോൽപ്പിച്ചു. രാജസ്ഥാൻ ഉയർത്തിയ 190 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിക്ക് 175 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. സ്കോർ: രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 2-ന് 189, ഡൽഹി ഡെയർഡെവിൾസ് 20 ഓവറിൽ 7-ന് 175 എന്നതാണ് സ്കോർ. ഇതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിൽ ഷീനയ്ക്ക് സ്വർണം. ഇപ്പോൾ കേരളം 3ാമതാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നോക്കാം, മംഗളൂരുവിലാണ് ഇത് നടക്കുന്നത് കേട്ടോ. ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിന്റെ 3ാം ദിനം കേരളത്തിന് ലഭിച്ചത് 1 സ്വർണവും 1 വെങ്കലവും മാത്രം. 2 മെഡലുകളും വന്നത് ട്രിപ്പിൾ ജമ്പിൽ നിന്ന്. LV ഷീന സ്വർണം നേടിയപ്പോൾ ശില്പ ചാക്കോ വെങ്കലത്തിനുടമയായി. 2 പേരുടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കാണുന്നത് ഷീനയുടെ ഫോട്ടോയാണ്, തുടർന്ന് കാണുന്നത് ശില്പ ചാക്കോയുടെ ഫോട്ടോ. ഹൈജമ്പിൽ കേരളത്തിന് പ്രതീക്ഷയായിരുന്ന ശ്രീനിത് മോഹന് 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മത്സരങ്ങൾ തിങ്കളാഴ്ച സമാപിക്കാനിരിക്കെ 84.5 പോയിന്റുമായി കർണാടകയാണ് മുന്നിൽ. 60 പോയിന്റുള്ള കേരളം ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച, അതായത് ഇന്നാണ് മത്സരം അവസാനിക്കുന്നത്. നമുക്ക് നോക്കാമല്ലേ, നാളത്തെ പത്രത്തിലുണ്ടാവും കറക്റ്റ് എത്രാമത്തെ സ്ഥാനമാണ് എന്നുള്ളത്. അതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിവാഹിതനാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വാർത്തയുണ്ട്. അദ്ദേഹത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. ഫോട്ടോയും കൂടെ ഉള്ള ഒരു വാർത്തയാണ്. നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിവാഹ ജീവിതത്തിലേക്ക്. ദീർഘകാല സുഹൃത്തും സ്പോർട്സ് ഈവന്റ് മാനേജറുമായ ഋതിക സജയ്താണ് രോഹിതിന്റെ വധു. ഋതികയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം രോഹിത് തന്നെയാണ് വാർത്ത പുറത്തുവിട്ടതും ഋതിക്കൊപ്പമുള്ള ചിത്രവും പുറത്തുവിട്ടത്. 6 വർഷത്തോളമായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു രോഹിതും അതുപോലെ തന്നെ ഋതികയും എന്ന് പറയുന്നുണ്ട്. അതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത ചെൽസി പ്രീമിയറിനെ കുറിച്ചാണ് കേട്ടോ. നോക്കാം നമുക്ക്. കിരീട വരൾച്ചയുടെ 4 സീസണിന് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചെൽസി കപ്പ് ഉയർത്തി. എഡൻ ഹസാർഡിന്റെ ഗോളിൽ ക്രിസ്റ്റൽ പാലസിനെ കീഴടക്കിയാണ് ചെൽസി കിരീടമുറപ്പിച്ചത്. 35 കളികളിൽ നിന്നും 83 പോയിന്റ് നേടിയ ചെൽസിയെ ഇനി മറികടക്കാൻ ആഴ്സണലിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും കഴിയില്ല. പ്രീമിയർ ലീഗിൽ 4ാം തവണയാണ് ചെൽസി ജേതാക്കളാകുന്നത്. ചെൽസി താരങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കിരീടം സ്വന്തമാക്കിയതിനു ശേഷമുള്ള അവരുടെ ആഘോഷത്തിന്റെ ഒരു ഫോട്ടോ ആണ്. പരിശീലകൻ ഹോസെ ടീമിനൊപ്പമുള്ള 3ാം കിരീട നേട്ടമാണിത് എന്നും പറയുന്നു. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്പോർട്സ് വാർത്തയായിട്ട് പത്രങ്ങളിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗൾഫ് വാർത്തകളിലേക്ക് കിടക്കാം. ഇവിടെ പ്രവാസി ലോകത്ത് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ UAE-യിലും മസ്കറ്റിലും ഒമാനിലൊക്കെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സാങ്കേതിക പിഴവ്. അബുദാബിയിൽ 11,000 വാഹനങ്ങൾക്ക് പിഴ എന്ന് പറയുന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. സാങ്കേതിക പിഴവുകളുടെ പേരിൽ 11,000 വാഹനങ്ങൾക്ക് അബുദാബി ഗതാഗത വകുപ്പ് പിഴ ചുമത്തി. വിവിധ കാരണങ്ങളാൽ വാഹനങ്ങൾ ഗതാഗത യോഗ്യമല്ലെന്ന് കാണിച്ചാണ് പിഴ. തേഞ്ഞ ടയറുകൾ, അമിത പുക, പൊട്ടിയ ഇൻഡിക്കേറ്ററുകളും ലൈറ്റുകളും ഉപയോഗിക്കൽ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പിഴ ചുമത്തിയത്. ഇത്തരം സാങ്കേതികമായ പിഴവുകളും കുറവുകളും അപകടങ്ങൾക്കും ജീവഹാനിക്കും കാരണമാകുമെന്നതിനാലാണ് നടപടി കർശനമാക്കുന്നത്. അമിതമായി പുക വമിക്കുന്ന വാഹനങ്ങൾക്ക് 500 ദിർഹമാണ് പിഴ എന്നും പറയുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ടയർ തേഞ്ഞ ടയറുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ കാരണം അങ്ങനത്തെ വാഹനങ്ങളൊക്കെ കർശനമായിട്ട് നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക തേഞ്ഞ ടയറുകൾ, അതുപോലെ ഇൻഡിക്കേറ്റർ
ഇൻഡിക്കേറ്ററിലെ ലൈറ്റ് പൊട്ടിയത്, ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ എന്താ പറയുക ശക്തമായിട്ട് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നടപടികൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ നിരത്തുകളുടെ കാവലിന് ഇനി ബുർജ് റഡാറുകൾ എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. ദുബായിൽ അപകട മരണങ്ങൾ കുറഞ്ഞു എന്നും പറയുന്നു. നോക്കാം നമുക്ക്. അൽ ബുർജ് റഡാറിന്റെ ഒരു ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എമിറേറ്റിലെ പ്രധാന വീഥികളിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള റഡാർ ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി. ഷെയ്ഖ് സായിദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് എന്നിവിടങ്ങളിലായി അൽ ബുർജ് എന്ന പേരിലുള്ള 52 പുതിയ റഡാറുകളാണ് സ്ഥാപിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നും ഒഴിവാക്കുന്ന പഴയ റഡാറുകൾ മറ്റ് റോഡുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുമെന്നും പറയുന്നു. 2014 ചില റോഡുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ബുർജ് റഡാറുകൾ റോഡുകളിൽ സ്ഥാപിച്ചിരുന്നു. അതേസമയം 8 തരത്തിലുള്ള ഗതാഗത ലംഘനങ്ങൾ രേഖപ്പെടുത്താൻ പ്രാപ്തമായ റഡാറുകളാണിവ. അതിവേഗം, അനുവദിക്കപ്പെട്ടതിലും കുറഞ്ഞ വേഗം, മറ്റു വാഹനങ്ങളുമായി ആവശ്യമായ അകലം പാലിക്കാതിരിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത ഡ്രൈവർമാർ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കൽ, നിശ്ചിത പാതകളിൽ കൂടെ അല്ലാതെ ഓടുന്ന ട്രക്കുകൾ അനുവദിക്കപ്പെട്ട സമയത്തല്ലാതെ റോഡിൽ പ്രവേശിക്കുന്നത്, ഇതൊക്കെ എന്താ പറയുക ചിത്രങ്ങൾ സഹിതം, വാഹനങ്ങളുടെ ചിത്രങ്ങൾ സഹിതം രേഖപ്പെടുത്താൻ സാധിക്കുന്ന ശേഷിയുള്ള റഡാറുകളാണ് അൽബുർജ് റഡാറുകൾ ആയിട്ട് സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു വാർത്തയാണിത്. അതുപോലെ തന്നെ മറ്റൊരു ഗൾഫ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ഇന്ന് തുടക്കം എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കേട്ടോ. നോക്കാം. അനുദിനം വലുതാവുന്ന ലോകയാത്രാ വിപണിയെക്കുറിച്ചുള്ള അറബ് മേഖലയിലെ ഏറ്റവും വലിയ പ്രദർശനത്തിന് മെയ് 4-ന്, അതായത് ഇന്ന് തിങ്കളാഴ്ച ദുബായിൽ തുടക്കം. ഇന്ത്യ ഉൾപ്പെടെ 67 രാജ്യങ്ങളുടെ ദേശീയ പവലിയനുകളും 86 രാജ്യങ്ങളിൽ നിന്നുള്ള 2700-ലേറെ പ്രദർശകരും പങ്കെടുക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് മെയ് 7 വരെ നീണ്ടു നിൽക്കും. ATMന്റെ 22ാം എഡിഷനാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പ്രദർശനവും സെമിനാറും നടക്കുന്നത്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തയായിട്ട് പത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകളും അതുപോലെ തന്നെ സ്പോർട്സ് വിശേഷങ്ങളും പ്രധാനപ്പെട്ട കേരളത്തിലെയും ഒക്കെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് പത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോയില്ല. ഇനി നമ്മുടെ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റും ഗോൾഡ് റേറ്റും നമുക്ക് നോക്കാം. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 17 രൂപ 21 പൈസയാണ് കേട്ടോ. രാവിലെ ഒരു ദിർഹമിന് 17 രൂപ 21 പൈസയാണ്. 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 142 ദിർഹം 75 ഫിൽസ് ആണ്. 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 135 ദിർഹം 50 ഫിൽസ് ആണ് ഇന്ന് രാവിലത്തെ റേറ്റായി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കൂടെ അവസാനിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ നല്ലൊരു വാചകത്തോടു കൂടിയായിരുന്നു തുടങ്ങിയത്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അങ്ങനെ ഒരു ധാരണയുള്ള ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ ഒന്നിനും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു വാചകത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു വാചകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇന്നത്തെ ഈ ചിന്താ വിഷയം അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ നല്ല നല്ല തോട്ട് ഓഫ് ദ ഡേയ്സ് ആയിട്ടാണ് വരാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നവയും കൂടെയാണ്. ഒന്ന് മനസ്സിൽ കുറച്ച് സമയം അതിനുവേണ്ടി ചിന്തിക്കാനും ഒക്കെ മാറ്റി വെക്കാം എല്ലാവർക്കും. എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ നല്ലൊരു ദിവസം ആവട്ടെ ഇന്നും എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളെ ഇതേ സമയം ഗുഡ് മോർണിംഗിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.